എൻ്റെ പേര് രാജു. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണിത്. അന്നെല്ലാം ഞാൻ ലോഡുമായി കേരളത്തിൽ നിന്നും പല സംസ്ഥാനങ്ങളിലേക്കും പോകുമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ ലോറിയിൽ ഫുൾ ലോഡുമായി ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ഒരു ഹോൾസെയിൽ കമ്പനിയിലേക്കാണ് ഇത് ഇറക്കി കൊടുക്കേണ്ടത്. ഇത്രയും ദൂരമായതുകൊണ്ട് എനിക്കറിയാമായിരുന്നു, ഒരു 3-4 ദിവസത്തെ യാത്രയായിരിക്കും അവിടെ വരെ എത്താൻ. ഈ യാത്രയിൽ പല പട്ടണങ്ങളിലൂടെയും ഒരുപാട് വിജനമായ വഴികളിലൂടെയും യാത്ര ചെയ്യേണ്ടി വരും. രാത്രിയിൽ അതുപോലെ യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും ചിലപ്പോൾ നമ്മൾ കാണും. ഒരുപക്ഷെ നമ്മുടെ തോന്നലായിരിക്കാം. എന്ത് തന്നെയായാലും ആ തോന്നലിൻ്റെ പുറകെ വണ്ടി നിർത്തി പോകാൻ നിൽക്കരുത്. അത് നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മാവനാണ്. അദ്ദേഹവും ഒരു ലോറി ഡ്രൈവറായിരുന്നു. ഞാൻ ഈ ലോറിപ്പണി പഠിച്ചത് തന്നെ അമ്മാവൻ വഴിയാണ്. അമ്മാവനിപ്പോൾ മരണപ്പെട്ടു പോയിട്ട് ഒരുപാട് നാളുകളായി. അന്ന് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ഹെൽപ്പറായി വന്നത് ആ മരിച്ചുപോയ എൻ്റെ അമ്മാവൻ്റെ മകനായിരുന്നു. അമ്മാവൻ എന്നെ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, ഞാൻ നിനക്ക് എങ്ങനെയാണോ ലോറി ഓടിക്കാൻ പഠിപ്പിച്ചത് അതുപോലെ നല്ല രീതിയിൽ നീ എൻ്റെ മകനെയും പഠിപ്പിക്കണമെന്ന്. മകൻ്റെ പേര് രാഹുൽ എന്നാണ്. അങ്ങനെ ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ രാഹുലും കൂടി വൈകിട്ട് 4 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു. ഇത്രയും വൈകി ഇറങ്ങിയത് കൊണ്ട് തന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്നും പൊതിഞ്ഞെടുത്തിരുന്നു. ഇറങ്ങാൻ നേരം കുറച്ച് കൂടുതൽ ഭക്ഷണവും കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഇടയ്ക്ക് ഹോട്ടലിൽ വണ്ടി നിർത്തേണ്ട ആവശ്യമുണ്ടാകില്ല. രാഹുലിനും അത്യാവശ്യം ലോറി ഓടിക്കാൻ നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് നന്നായി ഉറക്കം വന്നാലും പേടിക്കാനൊന്നുമില്ല. ഒരു 3-4 മണിക്കൂറെല്ലാം രാഹുൽ ഒറ്റയ്ക്ക് രാത്രി ലോറി ഓടിച്ചോളൂ. എനിക്കപ്പോൾ ഉറങ്ങാനുള്ള സമയവും കിട്ടും. ഞാനന്ന് വെളുപ്പിന് 4 മണി വരെ ഒരു കുഴപ്പവുമില്ലാതെ ലോറി ഓടിച്ചു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാഹുലിന് വണ്ടി കൊടുത്ത് ഞാൻ കിടന്നുറങ്ങാൻ പോയി. പിറ്റേ ദിവസം 3 മണി വരെ അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. ഇടയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഭക്ഷണം ഞങ്ങൾ ഹോട്ടലിൽ കയറിയും കഴിച്ചിരുന്നു. പിന്നെയും ഞാൻ ഉറങ്ങി എഴുന്നേറ്റത് വൈകിട്ട് 3 മണിക്കാണ്. ഇനി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് കുളിക്കണം. അതിനു പറ്റിയ സ്ഥലം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുലിനെ മാറ്റിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പെട്രോൾ പമ്പിലെത്തി. അവിടെ വണ്ടി സൈഡാക്കി ഞങ്ങൾ രണ്ടുപേരും പോയി കുളിച്ച് ഫ്രഷായി വന്നു. അവിടെ നിന്ന് വീണ്ടും ലോറിയിൽ കയറി യാത്ര ആരംഭിച്ചു. ഇനി വേണ്ടത് ഒരു ഹോട്ടലാണ്. രാത്രി ആകുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുക, അതായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്നും ഇറങ്ങി ഒരുപാട് സഞ്ചരിച്ചിട്ടും ഒരു ഹോട്ടൽ പോലും കണ്ടില്ല. അങ്ങനെ ഇപ്പോൾ ലോറി ഓടിച്ച് ഏകദേശം വൈകുന്നേരം 6 മണിയായി. മെല്ലെ മെല്ലെ റോഡിൻ്റെ സൈഡുകളെല്ലാം ഇരുട്ടായി തുടങ്ങി. അപ്പോഴാണ് രാഹുൽ എന്നോട് പറഞ്ഞത്, റോഡിൻ്റെ ഒരു വശത്ത് എന്തോ കാണുന്നുണ്ടെന്ന്. രാഹുൽ കൈ നീട്ടിയ ഭാഗത്തേക്ക് ഞാൻ നോക്കി. അപ്പോഴാണ് റോഡിൽ നിന്നും കുറച്ച് അകത്തോട്ട് കയറി ഒരു ഹോട്ടൽ പോലെ, അതായത് ഢാബ പോലെ എന്തോ കാണുന്നുണ്ട്. മുകളിലേക്ക് പുക വീഴുന്നതും കാണാം. അത് കണ്ടിട്ട് തോന്നിയത് അവിടെ എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നതായിട്ടാണ്. രാഹുൽ എന്നോട് അവിടെ തന്നെ പോകാമെന്ന് നിർബന്ധം പിടിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ നിർബന്ധം കാരണം എനിക്ക് അവിടെ പോകേണ്ടി വന്നു. ഞാനുടനെ എൻ്റെ ലോറി സൈഡാക്കി ലോറിയിൽ നിന്നും ഇറങ്ങി ആ ഢാബയിലേക്ക് നടന്നു. അത് കണ്ടിട്ട് എനിക്ക് ഒരു ഢാബയായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും തൂക്കിയിട്ടില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ലോറി അല്ലാതെ മറ്റൊരു ലോറിയും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ അതിൻ്റെ മുന്നിലെത്തി. അവിടെ എത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ കസേരകളും കുറച്ച് മേശകളും കിടക്കുന്നത് കണ്ടു. പക്ഷേ ആ പരിസരത്തൊന്നും ഒരു മനുഷ്യരെയും കണ്ടില്ല. അകത്തു നിന്നും പാത്രങ്ങൾ കഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തു നിന്നും ഒരുപാട് സമയം അവരെ വിളിച്ചു നോക്കി. എത്ര വിളിച്ചിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. ഇനി ആരും വരില്ല എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞതും പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്താണ്, നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോവുകയാണോ? ഞങ്ങൾ ആ ശബ്ദം കേട്ടതും ഉടനെ തന്നെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഢാബയുടെ പൊളിഞ്ഞ വാതിലിൻ്റെ മുന്നിൽ ഒരു പ്രായമായ സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീയുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത് നന്നായി കാണാമായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്ത് ആ സ്ത്രീ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ നന്നായി ശ്വാസം വലിച്ചു വിടുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, അല്ല, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ ജോലി ചെയ്യുന്നത്? അത് കേട്ട ആ സ്ത്രീ തലയാട്ടി അതെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, മക്കളെ, ഈ വഴിയിലൂടെ പോകുന്ന എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകൂ. കാരണം ഇവിടം വിട്ടാൽ പിന്നെ ഒരുപാട് ദൂരം നിങ്ങൾക്കൊരു ഢാബയോ ഒരു ചായ കുടിക്കാനുള്ള സൗകര്യമോ ഒരു സ്ഥലത്തും കിട്ടില്ല. ഞാനും എൻ്റെ ഭർത്താവുമായിരുന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുന്നേ മരണപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. ആ സ്ത്രീയുടെ ആ സംസാരം കേട്ട് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരെയും കാണാനില്ലല്ലോ, ആരെങ്കിലും വരുന്ന ലക്ഷണം പോലുമില്ല. അത് കേട്ട ആ സ്ത്രീ എന്നോട് പറഞ്ഞു, മോനെ, ഒരുപാട് രാത്രി വൈകിയാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ഞാൻ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഈ വഴിയിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നവർക്ക് ഈ ഢാബയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവർക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെ എന്ത് കിട്ടുമെന്ന്.
ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലാതെ വേറെന്തെങ്കിലും അതിൽ കൂടി ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. ആ സ്ത്രീയോട് ചോദിച്ചു, ഞങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? കഴിക്കാനെല്ലാം കിട്ടും, പക്ഷേ നിങ്ങൾ കുറച്ചു നേരം ഇവിടെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഞാനിപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞതേ ഉള്ളൂ. ഭക്ഷണമുണ്ടാക്കി കഴിയാൻ കുറച്ചും കൂടി സമയം അധികമെടുക്കും. ഇനി നിങ്ങൾക്ക് ധൃതിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അവസാനം പറഞ്ഞതിൽ ഒരു ദേഷ്യമുള്ളതുപോലെ തോന്നി, ഒരു അഹങ്കാരമുള്ളതുപോലെ. അത് കേട്ട് രാഹുലിന് വരെ ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ എന്നോട് പറഞ്ഞു, വാ നമുക്ക് പോകാം, കുറച്ചും കൂടി മുന്നിലേക്ക് പോയി വേറെ എവിടെന്നെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു, നീ കേട്ടില്ലേ ആ വയസ്സായ സ്ത്രീ പറഞ്ഞത്? ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ഒരു ഢാബ പോലും കാണാനുണ്ടാകില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയായി എങ്ങനെ വണ്ടി ഓടിക്കും? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ ലോറിയിലേക്ക് നടക്കാൻ തുടങ്ങി, പുറകെ ഞാനും. പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു, അതും എൻ്റെ തൊട്ടു പുറകിൽ നിന്നും. ഞാൻ തിരിഞ്ഞു നോക്കി. ആ വയസ്സായ സ്ത്രീ എൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നു. അവരെ പെട്ടെന്ന് എൻ്റെ തൊട്ടരികിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി വല്ലാത്തൊരു നോട്ടത്തോടെ എന്നോട് പറഞ്ഞു, ഇന്ന് നീ ഇവിടുന്ന് എൻ്റെ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. ഈ വിജനമായ വഴിയിൽ ഒരു ദുരാത്മാവുണ്ട്. അമാവാസിയുടെ രാത്രിയിൽ അവൾ ഇറങ്ങും രക്തം കുടിക്കാൻ. ഇന്നാണ് ആ അമാവാസി രാത്രി. രാത്രിയിൽ ഇരുട്ട് കൂടുന്തോറും ആ ദുരാത്മാവിൻ്റെ ശക്തി കൂടി വരും. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിച്ച് നാളെ യാത്രയാവുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി ഈ വാക്ക് കേൾക്കാതെ നിങ്ങൾ ഈ വഴിയിൽ കൂടി യാത്രയായാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത്. നീ കുറച്ചു നേരം മുന്നേ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് മറ്റൊരു ലോറിക്കാരെയും ഇന്ന് കാണാത്തതെന്ന്? കാരണം അവർക്കറിയാം ഇന്ന് അമാവാസിയുടെ രാത്രിയാണെന്ന്. ഈ വഴി പോയാൽ ആ ദുരാത്മാവിൻ്റെ കയ്യിൽ പെടുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആരും ഈ വഴി വരാത്തതും ഇന്നിവിടെ ആരെ കാണാത്തതും. അത് പറഞ്ഞുകൊണ്ട് ആ വയസ്സായ സ്ത്രീ ഒരു വല്ലാത്ത രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ആ സ്ത്രീ മെല്ലെ തിരിഞ്ഞ് അവരുടെ ആ പൊട്ടിപ്പൊളിഞ്ഞ ഢാബയുടെ അങ്ങോട്ട് നടന്നു നീങ്ങി. ഞാനും രാഹുലും മുഖത്തോട് മുഖം നോക്കി. ഞാൻ ഉടൻ തന്നെ ആ സ്ത്രീയോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾക്ക് മുന്നോട്ട് പോയാലല്ലേ പ്രശ്നം? ഞങ്ങൾ പുറകിലേക്ക് പോയിക്കോളാം. ഉടനെ ആ സ്ത്രീ മറുപടി തന്നു, നിങ്ങൾ ഈ രാത്രിയിൽ മുന്നോട്ട് പോയാലും പുറകോട്ട് പോയാലും ഇന്ന് ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ നാശത്തിലേക്കാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ വയസ്സായ സ്ത്രീ ആ ഢാബയിലേക്ക് കയറിപ്പോയി. ഞാനും രാഹുലും കുറച്ചു നേരം അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. പിന്നെ രാഹുൽ എന്നോട് പറഞ്ഞു, വാ നമുക്കിവിടുന്ന് പോകാം. എനിക്ക് തോന്നുന്ന ഈ വയസ്സായ സ്ത്രീയുടെ ഒരു പിരി പോയതാണെന്നാ. ഇവരുടെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പോകുമ്പോൾ ഇവർക്ക് നഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രേതത്തിൻ്റെ കഥ പറഞ്ഞാൽ പേടിയുള്ളവർ ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് ഇവിടെ വിശ്രമിക്കും. അപ്പോൾ ഇവർക്ക് ലാഭവുമാണ്. രാഹുൽ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് രാഹുലിൻ്റെ വാക്കുകളിൽ വിശ്വാസം വന്നു. ഞാൻ രാഹുലിനോട് പറഞ്ഞു, ശരിയാ, എന്നാൽ നമുക്ക് പോകാം. ഞങ്ങളങ്ങനെ രണ്ടുപേരും നടന്ന് ലോറിയിൽ കയറി അവിടുന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ രാഹുലാണെങ്കിൽ ലോറിയിലെ സൈഡ് മിററിലൂടെ പുറകോട്ട് നോക്കുന്നു. പല പ്രാവശ്യവും അവൻ മിററിലൂടെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തുപറ്റി? നീ എന്തെങ്കിലും മിററിലൂടെ പുറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഏയ് അതൊന്നുമില്ല, എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു. ആ വയസ്സായ സ്ത്രീ റോഡിൻ്റെ സൈഡിലേക്ക് കയറി നിന്ന് നമ്മുടെ ലോറിയെ നോക്കുന്ന പോലെ. അത് കേട്ട് ഞാൻ രാഹുലിനോട് പറഞ്ഞു, നിനക്കെന്താ തലക്ക് വട്ടുപിടിച്ചു? ആ സ്ത്രീക്ക് നടക്കാൻ കൂടി വയ്യ. അപ്പോഴാണ് അവർ ചാടിക്കയറി റോഡിൻ്റെ മുകളിൽ വന്ന് നമ്മുടെ ലോറിയെ നോക്കുന്നത്. അത് കേട്ട് രാഹുൽ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നി ആ വയസ്സായ സ്ത്രീ നമ്മുടെ ലോറിയുടെ പുറകിൽ നിൽക്കുന്ന പോലെ, അതും നമ്മളെ വിചിത്രമായി നോക്കുന്നു. അത് കേട്ട് ഞാൻ പറഞ്ഞു, ഇനി ആ സ്ത്രീ വിചിത്രമായോ വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കിക്കോട്ടെ. നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടില്ലേ, ഇത്രയും ദൂരം വന്നു. ഇനി നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. അങ്ങനെ ലോറി ഓടിച്ച് കുറച്ചു ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുലിനോട് ചോദിച്ചു, ശരിക്കും ഇന്ന് അമാവാസി രാത്രി തന്നെയാണോ? അത് കേട്ടവൻ ഉടൻ മറുപടി തന്നു, അതെ, ഇന്നാണ് അമാവാസി രാത്രി. അത് കേട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഇനി ആ വയസ്സായ സ്ത്രീ പറഞ്ഞ പോലെ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടായാൽ ആ സമയത്ത് തോന്നും ആ സ്ത്രീ പറഞ്ഞ പോലെ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് കരുതി, ഇതിനു മുന്നേ എത്രയോ അമാവാസി രാത്രികളിൽ ഞാൻ ലോറി ഓടിച്ചിരിക്കുന്നു. ഇത്രയും നാളില്ലാത്ത എന്ത് പ്രശ്നം വരാനാ ഇനി? ഇതെല്ലാം ചിന്തിച്ച് ഞാൻ ആ വിജനമായ വഴിയിലൂടെ ലോറി ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അറിയില്ലല്ലോ വരാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്ത്. അതിനെക്കുറിച്ച് കുറച്ച് നേരത്തെ മുന്നേ വരെ ചിന്തിച്ചിരുന്നെങ്കിലും അത് സത്യമായിരിക്കുമെന്ന് ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോൾ ഞാൻ ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു.
പെട്ടെന്നാണ് ലോറിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്, അതും ടയർ പൊട്ടിയ പോലെ. ആ ശബ്ദം കേട്ടതും ഞാൻ ഉടനെ തന്നെ എൻ്റെ ലോറി റോഡിൻ്റെ സൈഡ് ചേർത്ത് നിർത്തി. രാഹുലിനോട് പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങി ചെന്ന് നോക്ക്, ടയറിന് എന്തെങ്കിലും പറ്റുമോയെന്നറിയാലോ. ഞാനത് പറഞ്ഞതും രാഹുൽ ഉടനെ തന്നെ ടോർച്ചുമായി ലോറിയിൽ നിന്നും ഇറങ്ങി. രാഹുൽ ലോറിയുടെ 4 പാടും ടോർച്ചുമായി ഒന്ന് കറങ്ങി വന്ന് എൻ്റെ ക്യാബിനിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാ ടയറും ഓക്കെയാണ്, ഒരു ടയറിനും ഒരു കുഴപ്പവുമില്ല. അത് കേട്ട ഞാൻ അവനോട് ചോദിച്ചു, എല്ലാ ടയറും ഓക്കെയാണെങ്കിൽ കുറച്ചു നേരത്തെ മുന്നേ കേട്ട ശബ്ദം എന്താണ്? അത് കേട്ട് അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചേട്ടനൊന്ന് താഴെ ഇറങ്ങി വാ, എന്നിട്ട് ചേട്ടനൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഇനി എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ. അത് കേട്ട് ഞാൻ ലോറി ഓഫാക്കാതെ തന്നെ ലോറിയിൽ നിന്നും ഇറങ്ങി ടയർ നോക്കാൻ തുടങ്ങി. രാഹുൽ നേരത്തെ ലോറിയുടെ ടയർ നോക്കാൻ ഇറങ്ങിയപ്പോൾ കയ്യിലൊരു ചെറിയ കമ്പി വച്ചിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ലോറിയുടെ ടയറിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടന്നാൽ അത് കുത്തി ഇളക്കാൻ വേണ്ടി. ആ കമ്പി ഇപ്പോൾ ഉള്ളത് രാഹുലിൻ്റെ കയ്യിലാണ്. ഞാൻ ലോറിയുടെ ടയർ നോക്കാൻ വേണ്ടി പുറകിലേക്ക് പോയതും ഒട്ടും പ്രതീക്ഷിക്കാതെ രാഹുൽ എൻ്റെ പുറകെ വന്ന് ആ കമ്പിയെടുത്ത് എൻ്റെ പുറകിൽ നിന്നും തലയിലേക്ക് അടിച്ചു. ആ കമ്പി എൻ്റെ തലയിൽ അടിക്കുന്നതിൻ്റെ തൊട്ടു മുന്നെയാണ് എൻ്റെ തൊട്ടു മുന്നിൽ രാഹുൽ തല പൊട്ടി റോഡിൽ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. അത് കാണലും എൻ്റെ തലയിൽ അടികൊള്ളലും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷത്തേക്ക് എനിക്ക് തോന്നിപ്പോയി ഈ അടിച്ചത് രാഹുലാണെന്ന്. പക്ഷേ അടി കൊള്ളുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുന്നേ തന്നെ രാഹുൽ റോഡിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയന്നു പോയിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, എൻ്റെ മുന്നിൽ രാഹുൽ ബോധം കെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിലുള്ള രാഹുൽ ആരാണ്? ഇതെൻ്റെ മനസ്സിലേക്ക് വന്നതും ആ അടി കൊണ്ടിട്ടും ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി, ആരാണ് എൻ്റെ തലയിൽ അടിച്ചതെന്നറിയാൻ. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയതും ആളെ കണ്ടതും ഞാൻ ഞെട്ടിവിറച്ചുപോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു. മറ്റാരുമല്ല, കുറച്ചു നേരത്തെ മുന്നേ ആ പൊട്ടിപ്പൊളിഞ്ഞ ഡാബയിൽ കണ്ട വയസ്സായ സ്ത്രീ എൻ്റെ പുറകിൽ കമ്പിയും പിടിച്ചു നിൽക്കുന്നു. പക്ഷെ അപ്പോൾ കണ്ടപ്പോൾ പ്രായമായി രോഗിയായ ഒരു സ്ത്രീയെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴാണെങ്കിലോ പ്രായം കുറഞ്ഞ് നല്ല ശക്തിയുള്ളൊരു സ്ത്രീയെ പോലെയാണ് തോന്നിച്ചത്. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കിയതും ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി വിചിത്രമായി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്തു പറ്റി? പറ, എന്തു പറ്റി? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ അമാവാസിയുടെ രാത്രിയിൽ ഒരു ദുരാത്മാവ് വേട്ടയാടാൻ ഇറങ്ങുമെന്ന്. പക്ഷെ നിങ്ങൾ എൻ്റെ വാക്കിന് വില തന്നില്ല. നോക്ക് നിനക്ക് സംഭവിച്ചത് എന്താണെന്ന്. അത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ആ ഢാബയിൽ ആ ദുരാത്മാവിനെ പറ്റി പറഞ്ഞതിന് ശേഷം ചിരിച്ച അതേ ചിരി തന്നെ. ഞാൻ ആ സ്ത്രീയോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ സ്ത്രീ കയ്യിലുണ്ടായിരുന്ന കമ്പി കൊണ്ട് വീണ്ടും എന്നെ അടിക്കാൻ വന്നു. ആ അടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ കുറച്ച് പുറകിലേക്ക് മാറി. ആ മാറിയ സമയത്ത് എൻ്റെ നില തെറ്റി. ഞാൻ റോഡിൽ കാല് തെറ്റി നിലത്തേക്ക് വീണു. ഞാൻ താഴെ വീണതും ആ സ്ത്രീയെ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് മെല്ലെ മെല്ലെ പ്രായം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. കുറച്ച് സമയം കൊണ്ട് തന്നെ ആ സ്ത്രീ കുറച്ചധികം ഉയരം വയ്ക്കുകയും ചെയ്തു. മുഖമാണെങ്കിലോ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. കണ്ണുകളെല്ലാം വെളുത്തു വരുന്നു. എൻ്റെ 4 ഭാഗത്തും കുറ്റാക്കൂരിട്ടാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് രാഹുൽ വീണ് കിടക്കുന്നത്. അവൻ്റെ തലയിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി, ഇതാണ് ആ ദുരാത്മാവ്. ഈ വിജനമായ വഴിയിൽ അമാവാസിയിൽ ആളുകളെ ഉപദ്രവിക്കുന്ന ആ ദുരാത്മാവ് ഇത് തന്നെയാണ്. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല, ഇതാണ് ദുരാത്മാവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുരാത്മാവ് തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഈ വഴിയിലൂടെ പോയാൽ അപകടമാണെന്ന്? പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് ആ സ്ത്രീയോട് ചോദിക്കാൻ ഒരു തരി ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ആ സ്ത്രീ നോർമൽ ഒരു പെണ്ണിനെ പോലെയല്ല, ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. കയ്യിലെയും കാലിലെയും നഖത്തിന് ഒരുപാട് നീളം വച്ചിരിക്കുന്നു. അതുകൂടാതെ എന്നെ നോക്കിയുള്ള ഭയപ്പെടുത്തുന്ന ചിരി. ചിരിക്കുമ്പോൾ വായിൽ നിന്നും കറുത്ത എന്തോ ദ്രാവകം താഴേക്കൊലിക്കുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഞാൻ എങ്ങനെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടും? കാരണം ആ സമയത്ത് എന്നേക്കാൾ കൂടുതൽ എനിക്ക് രാഹുലിൻ്റെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു വിഷമം. അവൻ്റെ വീട്ടിൽ അവനല്ലാതെ മറ്റാരുമില്ല, ഒറ്റ മകനാണ്. ഇന്ന് രാത്രി എങ്ങാനും രാഹുലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും എനിക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല. പക്ഷേ ഇവനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം ഞാൻ രക്ഷപ്പെടണ്ടേ? ഇന്ന് ഈ ദുരാത്മാവ് രാഹുലിൻ്റെ കൂടെ എന്നെയും ഇവിടെ അവസാനിപ്പിക്കും. ഞാൻ പിന്നെ കുറച്ച് ധൈര്യം സംഭരിച്ച് മെല്ലെ മെല്ലെ ആ ദുരാത്മാവിനോട് ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ഞങ്ങളോട് ഈ റോഡിൽ ദുരാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ ആ വൃദ്ധയായ സ്ത്രീ? അത് കേട്ട ആ ദുരാത്മാവ് പറഞ്ഞു, അപ്പോൾ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമല്ലേ? നിനക്ക് കുറച്ച് നേരത്തെ ഇതെല്ലാം മനസ്സിലായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ. ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വച്ചേക്കില്ല. നിങ്ങളുടെ ശരീരം ഞാൻ പീസ് പീസാക്കി മുറിക്കും. നിങ്ങളുടെ ശരീരത്തിലെ മാംസം ഞാൻ ഢാബയിൽ തയ്യാറാക്കി വരുന്ന മനുഷ്യർക്ക് വിളമ്പും.
കൂടാതെ നിങ്ങളുടെ രക്തം മുഴുവനും ഞാൻ കുടിക്കും. അതിലൂടെ എൻ്റെ ശക്തി വർദ്ധിക്കും. ഇത് കേട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് ഇവർ ഞങ്ങളെ കൊല്ലുന്നത്? ഇത് വെറുതെ ഞങ്ങളെ കൊല്ലാൻ വന്നതാണോ, അതോ ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ മാംസം മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനാണോ? ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ദുരാത്മാവ് അതിവേഗം ഞങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് വന്ന് രാഹുലിൻ്റെ കാലിൽ പിടിച്ച് റോഡിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നു. അത് കണ്ട് ഞാൻ ഭയത്തോടുകൂടി ആ ദുരാത്മാവിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഇവനെ കൊണ്ടുപോകുന്നത്? ഞാൻ അത് ചോദിച്ചതും ആ ദുരാത്മാവിനെ തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ട് ഞാൻ ഇപ്രാവശ്യം ശരിക്കും വിറച്ചുപോയി. എൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടി. ഇപ്രാവശ്യം ആ ദുരാത്മാവിൻ്റെ മുഖം വളരെ ഭയപ്പെടുത്തുന്നതായി മാറിയിരുന്നു. ഒരു പ്രാവശ്യം പോലും ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ രാഹുലിലേക്ക് പോയി. രാഹുലിൻ്റെ കണ്ണുകൾ ഇപ്രാവശ്യം തുറന്നടയുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രാഹുൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനമായി. ഈ ദുരാത്മാവിൽ നിന്നും രാഹുലിനെ രക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ സാധിച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും ആ പിശാചി ഇനിയും വന്നാൽ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴികൾ ഞാൻ കാണും. ഇപ്പോൾ ആദ്യം വേണ്ടത് ഇവിടുന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇതെല്ലാം ഞാൻ മനസ്സിൽ ആലോചിക്കുമ്പോഴും ഞാൻ മനസ്സിൽ കരുതിയില്ല ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടാമെന്നോ രാഹുലിനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താമെന്നോ. ഞാൻ രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ദുരാത്മാവിന് മനസ്സിലായി രാഹുൽ ഇപ്പോഴും ജീവനുണ്ടെന്ന്. ഉടനെ ആ ദുരാത്മാവ് കയ്യിലുണ്ടായിരുന്ന ആ കമ്പി കൊണ്ട് രാഹുലിൻ്റെ തലയിൽ വീണ്ടും 3-4 തവണ അടിച്ചു. അതോടുകൂടി രാഹുലിൻ്റെ തല പൊട്ടിപ്പിളർന്ന് രക്തം കൂടുതൽ ഒലിക്കാൻ തുടങ്ങി. ഇത് കണ്ടതോടുകൂടി എൻ്റെ വായിൽ നിന്നും ഭയവും വിഷമവും കാരണം ഞാൻ വലിയ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എൻ്റെ സമനില തെറ്റിയ പോലെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കൺമുന്നിൽ വെച്ച് രാഹുലിന് ഇത്രയും ഭീകരമായ മരണമുണ്ടാകുമെന്ന്. രാഹുലിൻ്റെ തല അങ്ങനെ പൊട്ടിപ്പിളർന്നപ്പോൾ ഞാൻ കരുതി ആ ദുരാത്മാവ് രാഹുലിനെ അവിടെ നിന്നും വലിച്ചുകൊണ്ടു പോകുമെന്ന്. അതിനു പകരം ആ ദുരാത്മാവ് അവിടെ ഇരുന്ന് ആ പൊട്ടിപ്പിളർന്ന തല അതിൻ്റെ നീളം കൂടിയ നഖം ഉപയോഗിച്ച് തല വീണ്ടും പിളർത്താൻ തുടങ്ങി. എന്നിട്ട് ആ തലയുടെ പല പല ഭാഗങ്ങളും അവിടെ ഇരുന്ന് കഴിക്കാനും ആരംഭിച്ചു. ഇതെല്ലാം ആ ദുരാത്മാവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ നിന്നും ഒരുപാട് രക്തമൊഴുകാൻ തുടങ്ങിയിരുന്നു. അതോടുകൂടി എനിക്കും മനസ്സിലായി കുറച്ചു കഴിയുമ്പോൾ രാഹുലിനെ പോലെ ഈ ദുരാത്മാവ് എന്നെയും ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. രാത്രി വൈകുന്തോറും ആ ദുരാത്മാവ് ഒരുപാട് ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. ഞാൻ എഴുന്നേൽക്കാൻ വയ്യാതെ എൻ്റെ ലോറിയുടെ പുറകിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ എൻ്റെ ലോറിയിലേക്ക് പോയി. ഞാൻ ലോറിയിലേക്ക് ശ്രദ്ധിച്ചതും എൻ്റെ ലോറിയിൽ എഴുതിയിരുന്ന ഒരു വാചകത്തിലേക്ക് എൻ്റെ കണ്ണുടക്കി. അത് കണ്ടതോടുകൂടി എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടി. കൂടാതെ ഒരു ചെറിയ വഴിയും. ഞാൻ എൻ്റെ ലോറിയിൽ എഴുതിയിരുന്നത്, നിങ്ങൾ മുന്നിലേക്ക് ശ്രദ്ധിക്കാതെ സൈഡിലൂടെയുള്ള വഴിയിലേക്ക് ശ്രദ്ധിക്കുക. ഇത് ഞാൻ എൻ്റെ പുറകിൽ ഓവർടേക്ക് ചെയ്യാൻ വരുന്ന വണ്ടികൾ കാണാൻ വേണ്ടി എഴുതിയതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ആ വരികൾ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ചുറ്റുപാടും കണ്ണോടിച്ചു. അപ്പോഴാണ് എൻ്റെ ലോറിയുടെ മുൻവശത്തായിട്ട് റോഡിലേക്ക് താഴെ ഒരു കുഴി പോലെ ചെരിഞ്ഞു പോയിരിക്കുന്നത്. ഞാൻ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞ് ആ റോഡിൻ്റെ സൈഡിലേക്കെത്തി. ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ ദുരാത്മാവ് എന്നെ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആ പിശാച് രാഹുലിൻ്റെ തല കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദുരാത്മാവിൻ്റെ മുഖത്ത് മുഴുവനും രാഹുലിൻ്റെ ചോരയുമാണ്. ആ നിശബ്ദതയിൽ ആകെ കേൾക്കുന്ന ശബ്ദം രാഹുലിൻ്റെ മാംസം ചവച്ചരച്ച് കഴിക്കുന്ന ആ ദുരാത്മാവിൻ്റെ ശബ്ദം മാത്രം. ഞാൻ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ആ റോഡിൻ്റെ സൈഡിലുള്ള കുഴിയിലേക്ക് ഉരുണ്ട് ചാടിയതും എൻ്റെ ദേഹത്തേക്ക് മരക്കുറ്റികളും കല്ലുകളും തറഞ്ഞു കയറി. ശരീരം അനക്കാൻ പറ്റാത്ത വേദനയായി. കുറ്റാക്കൂരി ഇരുട്ടായതുകൊണ്ട് എനിക്ക് ചുറ്റുവട്ടത്തും എന്താണെന്ന് ശരിക്കും കാണാനും പറ്റിയില്ല. ആ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് എൻ്റെ തലയിൽ എന്തോ വന്ന് തട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എൻ്റെ ബോധവും മറഞ്ഞു. അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ രക്തത്തിൽ കുളിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുകയാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു വൃദ്ധനും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ വൃദ്ധനെ കണ്ടപ്പോൾ പേടിച്ചുപോയി. ഇതെങ്ങാനും ആ ദുരാത്മാവ് വേഷം മാറി വന്നതാണോ എന്നുവരെ എനിക്ക് തോന്നിപ്പോയി. അത് മനസ്സിലായിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരുന്നത്. എനിക്ക് പിന്നെ മനസ്സിലായി ഇദ്ദേഹം ആടിനെ മേയ്ക്കുന്ന ആളാണെന്ന്. ഈ വൃദ്ധനാണ് എന്നെ ആ കുഴിയുടെ അടിയിൽ നിന്നും എടുത്ത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ കിടത്തിയത്. ആ സമയമായപ്പോഴേക്കും അമാവാസി രാത്രി അവസാനിച്ചിരുന്നു. പകലായതുകൊണ്ട് നല്ല സൂര്യപ്രകാശവും ഉണ്ടായിരുന്നു. പിന്നെ ആ വൃദ്ധൻ എന്നോട് ചോദിച്ചു, എന്താ മുകളിൽ റോഡിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയോ? അത് കേട്ട് ഞാൻ അയാളോട് കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചതെല്ലാം തുടക്കം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. മുകളിൽ എൻ്റെ കൂടെ വന്ന എൻ്റെ അനിയൻ രാഹുൽ ആ ദുരാത്മാവിൻ്റെ കൈകൊണ്ട് മരിച്ച് അവൻ്റെ ബോഡിയും അവിടെ കിടക്കുന്നുണ്ട്. അത് കേട്ട ആ വൃദ്ധം പറഞ്ഞു, നിങ്ങളതൊന്നും ഓർക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഇനി നിങ്ങൾ പറഞ്ഞ പോലെയാണ് സംഭവിച്ചതെങ്കിൽ ആ ദുരാത്മാവ് അവൻ്റെ ശരീരം മുഴുവനും കഴിച്ച് വെറും എല്ലും കഷ്ണങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടാകുകയുള്ളൂ. ആ വൃദ്ധൻ വീണ്ടും പറയാൻ തുടങ്ങി,
നിങ്ങൾ പറഞ്ഞ ആ ദുരാത്മാവ് എല്ലാ മാസത്തെയും അമാവാസി രാത്രിയിൽ ഇവിടെ വേട്ടയ്ക്കായി ഇറങ്ങും. ആ ദുരാത്മാവിൻ്റെ ഢാബയിൽ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുന്നവരെ അവർ തന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. ഈ വഴിയിൽ പോയാൽ ദുരാത്മാവ് ഉണ്ടാകും, നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം ആ ദുരാത്മാവിൻ്റെ ഭർത്താവ് അവർക്ക് കൊടുത്തൊരു ശാപമാണത്. ആ ഢാബയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ആ റോഡിലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി മുന്നേ കൂട്ടി പറഞ്ഞില്ലെങ്കിൽ ആ ദിവസം ആ ദുരാത്മാവ് ഇല്ലാതെയാകും. ആ വൃദ്ധ സ്ത്രീക്ക് ആദ്യം മുതൽ തന്നെ മനുഷ്യമാംസത്തോട് വല്ലാത്ത ആർത്തിയായിരുന്നു. ആ സ്ത്രീ ജീവനോടെ ഉള്ള സമയത്ത് ഗ്രാമത്തിൽ നിന്നും പല ആളുകളെയും തട്ടിക്കൊണ്ടുവന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ഭക്ഷണം വെച്ച് കഴിക്കുമായിരുന്നു. ഇത് ആ സ്ത്രീയുടെ ഭർത്താവിന് മനസ്സിലായപ്പോൾ ആ സ്ത്രീ ആ ഭർത്താവിനെയും കൊന്നു. അമാവാസി രാത്രി അല്ലെങ്കിൽ പോലും രാത്രി സമയങ്ങളിൽ ഈ വഴി ആരും വരാറില്ല. അമാവാസി രാത്രിയാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ ആ വൃദ്ധയായ സ്ത്രീയുടെ ദുരാത്മാവ് ഇവിടെ വേട്ടയാരംഭിക്കും. ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് രാജു മാത്രം. പാവം രാഹുൽ. അതിഭയാനകമായാണ് രാഹുൽ മരണപ്പെട്ടത്. എന്തായാലും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. വേദനയുള്ളൊരു കഥയായിരുന്നു. എനിക്കും മനസ്സിന് വല്ലാത്തൊരു വേദന. ഇടയ്ക്കെങ്കിലും രാഹുലിനെ രക്ഷപ്പെടുത്താനുള്ളൊരു വഴി ഞാൻ നോക്കി. പക്ഷെ ഒരു സ്ഥലത്തും അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യവും ഞാൻ കണ്ടില്ല. എന്ത് ചെയ്യാൻ? എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. ബൈ. പുതിയ കഥയുമായി വീണ്ടും വരാം.